രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന പൂർണ്ണ രൂപത്തിലുള്ള ബജറ്റ് അവതരിപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും മനസ്സ് തുറന്ന ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ 2026-27 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് എല്ലാ വിഭാഗം ജനങ്ങളെയും പരിഗണിക്കുന്ന ഒന്നായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള വെറും വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകുന്ന ഇലക്ഷൻ ബമ്പർ ബജറ്റ് ആയിരിക്കില്ല ഇത്. മറിച്ച് സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസനവും സാമ്പത്തിക ഭദ്രതയും മുൻനിർത്തിയുള്ള യാഥാർത്ഥ്യബോധമുള്ള പ്രഖ്യാപനങ്ങളാകും ബജറ്റിൽ ഉണ്ടാകുകയെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ച നടപടി വലിയൊരു ചുവടുവെപ്പാണെന്ന് ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. മുൻപ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയില്ലാത്ത കാലത്ത് പോലും 18 മാസത്തോളം പെൻഷൻ കുടിശ്ശികയാക്കിയ ചരിത്രം കേരളത്തിനുണ്ട്. എന്നാൽ 5 മാസത്തെ കുടിശ്ശിക വന്നപ്പോൾ അത് വലിയ ചർച്ചയായി. ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്താണ് പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം.